എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പേൾ ഉത്സവ് ഒഹാന കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈവനിങ് ടൈമിലായിരുന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പോകുന്ന സമയത്ത് ആ ഈവനിങ് ടൈമിൽ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കാണാനുള്ള കിടുമായിരുന്നു കേട്ടോ. അടിപൊളിയിൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കാണാൻ. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ ഇതാ അവിടെ വാലന്റൈന് കൊടുക്കാൻ വേണ്ടി ഒരുപാട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റുകളൊക്കെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അവിടുന്ന് അടിപൊളി ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ അവിടുന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ ഇതാ അവർ നമുക്ക് കയ്യിലൊരു ബാൻഡ് ഇട്ട് തന്നു. ആ ബാൻഡ് ഉള്ളവർക്കാണ് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ ആ ബാൻഡ് കയ്യിൽ വേണം. അപ്പോൾ നമ്മൾ ആ ബാൻഡൊക്കെ ഇട്ട് ഉള്ളിലേക്ക് പോയി. ഇവിടുത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിൽ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് നിന്ന് നല്ല സെറ്റപ്പായി നടക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ ചെയർ വേണ്ടവർക്ക് സൈഡിൽ ഒരു ചെയർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു വാലന്റൈൻസ് ഡേ കോർണർ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. സംഭവം വാലന്റൈൻസ് ഡേ ഒഹാന ലവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടെഡി ബെയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ലാസ്റ്റ് നമുക്കത് നറുക്കെടുപ്പിലൂടെ അതിൽ പേര് എഴുതിയിടുന്ന ആൾക്ക് അത് ഗിഫ്റ്റായിട്ട് കിട്ടും. അതെന്തായാലും നല്ലൊരു അടിപൊളി ഐഡിയ ആയിരുന്നു. എനിക്കിഷ്ടമായി. പിന്നെ അതേ ഒരാൾ ഇതേ ബബിൾസൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ട് അയാൾ തന്നെ അത് ആ എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൗണ്ടറിലുള്ള ഒരാളാണ്. അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഓഫ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് അവിടെയുള്ള കുട്ടികളൊക്കെ അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആ ബബിൾസൊക്കെ ഇങ്ങനെ മേളിലോട്ട് പറന്നു പോയിട്ട് അവിടെ ഫുള്ളാ ബബിൾസാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ആ തോക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടുന്ന്. അതൊക്കെ വെച്ച് അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പാനിപൂരി ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ക്രിസ്പി പാനിപൂരിയൊക്കെ കഴിച്ച് നമ്മളിതേ അങ്ങനെ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടു. അപ്പോഴത്തേക്കും ഇതേ ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിതേ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊയ്ത്ത് വാങ്ങി അതൊക്കെ കുടിച്ച് അവിടെയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. അവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനുകളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ അതിന് ശേഷം അവിടെ ആ പ്രോഗ്രാമുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആ പ്രോഗ്രാമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇപ്പോൾ പ്രോഗ്രാമുകൾ കാണാം നമുക്കിനി. അപ്പോൾ എന്താ അടിപൊളി പ്രോഗ്രാമുകൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ടു. ഒരു പ്രോഗ്രാം സ്റ്റേജിലാണെങ്കിൽ ഒരു പ്രോഗ്രാം ഗ്രൗണ്ടിലായിരുന്നു. അങ്ങനെ ഓടി നമ്മൾ ടയർഡായി. അപ്പോൾ ഒരു ഐസ് സ്റ്റിക്കൊക്കെ വാങ്ങി. നമ്മളെ ചെരണ്ടേസ് പോലുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഇത് അപ്പുറത്തെ ഒരു സ്റ്റാളിൽ കുറേ കേക്ക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കുറേ കേക്കുകളായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ 2 ഐറ്റം ട്രൈ ചെയ്തായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ബബിൾസിൻ്റെ ആൾ ഇവിടെ തടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബബിൾസിൻ്റെ ആ ഒരു ഐറ്റാണ് ഈ ഇരിക്കുന്നത്. ബബിൾസ് പറത്തിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇതേ ടോയ്സൊക്കെ ഒരുപാട് ടോയ്സ് ഉണ്ട്. പിന്നെ അതേ മറ്റേ ഹോട്ട് വീൽസിൻ്റെ കുറേ കാറുകളുണ്ട്. നല്ല മിനിയേച്ചർ കാറുകളുണ്ട് ഹോട്ട് വീൽസിൻ്റെ. പിന്നെ കുറേ ടോയ്സ് ഐറ്റംസുകളും ഉണ്ട്. അപ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു. നമ്മുടെ ആ ടെഡി ബെയർ അവർ നറുക്കെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ മാമിനാണ് ആ ടെഡി ബെയർ കിട്ടിയത്.
അടിപൊളിയായിരുന്നു കേട്ടോ. ആ മാമിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അടിപൊളിയായിരുന്നു ആ മാം അതെടുത്ത് ഇങ്ങനെ അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു ടെഡി ബെയർ. അയ്യോ ഞാനത് നറുക്കെടുപ്പിൽ ഇട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതെനിക്ക് ഇപ്പോഴാണ് ആ ഖേദം തോന്നിയത് ആ ടെഡി ബെയർ ഇങ്ങനെ കണ്ടപ്പോൾ. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിതേ അവിടുന്ന് ഇറങ്ങി ഇതാ ബസ്സിൽ കയറി നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. നമ്മളുണ്ടാക്കിയ നല്ല കപ്പയും ചിക്കനും പിന്നെ ചിക്കൻ പീസും പിന്നെ അത് അടിപൊളി ബീഫിൻ്റെ കറിയും നൂൽപുട്ടൊക്കെ പിടിച്ച് നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ച്. അപ്പോഴാണ് ആലോചിച്ചത് കയ്യിൽ ടാഗ് കളഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ടാഗിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ടാഗ് ഇളക്കി കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് മാറ്റിയിടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കീറി പോരേ ഉണ്ടായിരുന്നുള്ളൂ. അത് മൊത്തം കീറി പറിച്ചെടുത്തു. അങ്ങനെ നമ്മൾ സെറ്റായിരുന്നു ടാഗൊക്കെ വലിച്ച്. അങ്ങനെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.